ഇതൊരു വീടാണ്. ഇപ്പൊ ഇത് മരണ വീട്. പോലീസുകാർ കാണിച്ച തെമ്മാടിത്തരം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം. എല്ലാരും കേട്ട് മനസ്സിലാക്കണം. ഇവരുടെ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. പേരെന്തോ? ഇത് എവിടെ സ്ഥലം? എവിടെ? മാവേലിക്കര. അപ്പൊ എന്തോ പ്രശ്നം? എന്തോ എന്റെ ഭർത്താവ് മെയ് 9 മീൻവണ്ടി ഓടിച്ചിട്ട് വന്ന് ലേലക്കട നിൽക്കുമായിരുന്നു. ഹാർബറ മീൻ വിൽക്കുന്നത്. ഇവിടെ ഇന്ന് പൊതുസ്ഥലത്തിരുന്ന് മദ്യവെച്ചെന്നും പറഞ്ഞ് 2 പോലീസുകാർ വന്ന് പിടിച്ച്. പോലീസുകാർ എക്സൈസുകാർ. ആ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഇത് ജോസിന്റെ വീടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ജോസിന്റെ വീട്. നിങ്ങൾ എക്സൈസിൽ നിന്ന് വരിക, ജോസിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അതെന്താ, അത് അവിടെ നിന്ന് പൊതുവായിട്ട് കുടിച്ചെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെ കൊണ്ടുപോകല്ലേ, കരൾ രോഗം ഉള്ളതാ? കരൾ പൊട്ടി ഞാൻ എപ്പോഴും 8 വർഷം കൊണ്ട് വണ്ടി ആംബുലൻസിൽ കൊണ്ടുവന്ന വ്യക്തിയെ ഒന്ന് മാവേലിക്കര ആശുപത്രി കൊണ്ടുവരുമ്പോൾ പറയാം വണ്ടാനത്ത് കൊണ്ട് കോട്ടയത്ത് കൊണ്ടുവന്ന് അങ്ങനെ പോയി രക്ഷിച്ച് കൊണ്ടുവരുന്നപ്പോൾ അന്ന് തൊട്ട് ഈ മനുഷ്യൻ വലയ്ക്ക് പോയിച്ച് മദ്യപിക്കുന്ന ആള്. എക്സൈസ് കൊണ്ടുപോയിട്ട് പിന്നെ ഈ പുള്ളിനെ എനിക്ക് പറ്റിയില്ല അത്യാവശ്യം ജാമ്യം എടുക്കാൻ. വേറൊരു കേസ് എടുത്ത് പുറത്തിട്ടിട്ട് ജയിലിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് മരുന്ന് ഒരു ഡെപ്പി നിറച്ചും പിന്നെ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുന്ന ടോണിക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ മരുന്നൊന്നും സാർമാരെ നിങ്ങൾ മുടക്കല്ലേ, മനുഷ്യൻ മരിച്ചു പോകും. ഈ മരുന്നിന്റെ ബലത്തിലും മദ്യത്തിന്റെ ബലത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ലെങ്കിൽ മരിക്കും ഉറപ്പ്. അതിന് കരളില്ല, അത് ബാൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഈ ഡ്രസ്സും മരുന്നും കൊണ്ട് കൊടുത്ത് പിന്നെ 3-ാം ദിവസം ചെന്ന് കാണാൻ ചെന്നപ്പോ പറയാ അതിന് ഭ്രാന്തായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ പൂജപ്പുര കൊണ്ടുപോകാൻ കാര്യം പറഞ്ഞു. ഈ ചേട്ടന് ജയിലിൽ വെച്ച് സുഖമില്ലാതായി ഐസിയുലായി. ജയിൽ അധികൃതർ ഈ പിന്നെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലും മാവേലിക്കരയിൽ നിന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനും അറിയിപ്പ് കൊടുത്തതാണ്. അവർ ഒരു കാരണവശാൽ ഇവിടെ അറിയിച്ചില്ല. എങ്കിൽ ഇവർക്ക് ഒരു നോക്ക് കാണാനും പറ്റിയനെ പുള്ളിക്ക് കൊടുക്കുന്ന ചികിത്സ ഇവർ പറഞ്ഞു കൊടുത്തിരുന്ന ആ ജീവൻ രക്ഷിക്കാനുമായത്. മരണപ്പെട്ടിട്ട് പോലും അവർ അറിയിച്ചില്ല. കാരണം ഇവർക്ക് ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല കുമാരി കാരണം. ഇപ്പൊ ഇവരെ നിങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിരക്കിയപ്പോ പറയുന്ന എസ് ഐക്ക് അറ്റാക്ക് വന്നത് അവിടെ SI ആണോ വന്ന് സാധാരണ അറിയിക്കും ഇങ്ങനെയുള്ള വിവരങ്ങളല്ല. അവിടെ എത്രയോ പോലീസുകാരുണ്ട്. ഈ അമ്മയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഇനിയിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള പോലീസാണ്, മാന്നാർ പോലീസുകാർ. അതിന്റെ SIക്ക് അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം. മുഖ്യമന്ത്രി അതിലേക്കൂടെ പോയിരുന്നെങ്കിൽ അവർക്ക് എസ്കോട്ട് പോകാനൊക്കെ പോലീസുകാരുടെ വിളകളവാ. ഞങ്ങൾ സാധാരണക്കാർ മരിച്ച അതിന് ഒരു വിലയില്ല. പോലീസുകാരുടെ അനാസ്ഥയുണ്ട്, ജയിലധികൃതരുടെ അനാസ്ഥയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി 7 ദിവസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ IC കടന്നിട്ട് അവസാനമായിട്ട് സ്വന്തം ഭാര്യയും മക്കളെയൊക്കെ കാണുന്നത് അതറിയിച്ചില്ല. അതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നത്. സുഖമില്ലാതെ കിടന്നപ്പോഴേലും അവന്റെ ഭാര്യയൊന്നും അറിയില്ല, അത് ചെയ്തില്ല. ഇത് എന്തോ ഒരു ദുരൂഹതയുണ്ട് പോലീസുകാരെ. നല്ല സംശയമുണ്ട്, നല്ല സംശയമുണ്ട്. ഇതെന്തോ ദുരൂഹതയുണ്ട് പോലീസുകാരുടെ കയ്യിൽ. അതെന്തോ അവർ മറച്ചു വെക്കാൻ അതുകൊണ്ടാണല്ലോ ലെറ്റർ വന്നിട്ട് നമ്മൾ അറിയിക്കാം. ലെറ്റർ വന്നിട്ട് അവർ അറിയിച്ചില്ല. ഭാര്യയിൽ വന്ന് അറിയിക്കേണ്ട കടമയുണ്ട്. ഞാൻ കൊടുത്ത മരുന്ന് കൊടുത്തില്ല. ഈ ചേട്ടൻ മരിക്കുന്നതിന് തലേന്ന് എക്സൈസ് വന്ന് സാക്ഷികളുടെ ഒപ്പിട്ട് മേടിച്ച് പൂനമ്പരും മേടിച്ചു. അപ്പം എന്നിട്ട് പോലും ഇവരെ അറിയിച്ചില്ല. ഈ 9-ാം തീയതി കൊണ്ടുപോയിട്ട് 48 ദിവസം ജയിലിലിട്ട് തന്നിട്ട് ഇതിനിടയ്ക്ക് 7 ദിവസം ഐസിയുലായിരുന്നു എന്റെ കെട്ടിയ. കുത്തിന് ഒരു ചാലക്കോ ജീപ്പിലോട്ട് കയറ്റിയത്. അവരൊക്കെ പണത്തിന്റെ പറയും രാഷ്ട്രീയക്കാരുടെ പാവാട വാങ്ങാനും അവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ള ഒരു സമയത്ത് ഇതേ കണക്ക് ഒരു മനുഷ്യനും ഉണ്ടാവരുത്.